നെല്ല് സംഭരണത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ഇടപെടുന്നു. നെല്ല് സംഭരണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. വിളവെടുപ്പ് സീസൺ തുടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത്. 24 ബ്രേക്കിംഗ് വാർത്തയുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പുതിയ വിളവെടുപ്പ് സീസൺ ആരംഭിക്കുകയാണ്. ജനുവരി പകുതിയോടെ പാലക്കാട്, കുട്ടനാട് മേഖലകളിൽ കൊയ്ത്ത് ആരംഭിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നെല്ല് സംഭരണം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചിരിക്കുന്നത്. ജനുവരി 5 രാവിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്ന്, സംഭരണത്തിന്റെ തുക നൽകുന്ന ബാങ്ക് ഏതാണെന്ന കാര്യത്തിൽ തീരുമാനമായെങ്കിലും ആ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അന്തിമ ധാരണാപത്രം ഒപ്പിടുന്നതിലേക്ക് എത്തിയിട്ടില്ല. കേരള ബാങ്കിനെ കൊണ്ട് ഈ സംഭരണ വില നൽകിക്കാനുള്ള തീരുമാനം നേരത്തെ കൈക്കൊണ്ടിരുന്നു. എന്നാൽ കേരള ബാങ്കിന് നേരത്തെ ഈ സപ്ലൈകോയുമായി നടത്തിയ ഇടപാടിൻ്റെ ഭാഗമായി 700 കോടിയിൽ പരം രൂപ കുടിശ്ശികയുണ്ട്. ഈ കുടിശ്ശിക നൽകാൻ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് വായ്പയെടുത്ത് കേരള ബാങ്കിന് നൽകാമെന്നായിരുന്നു ധാരണ. എന്നാൽ ഈ വായ്പയെടുത്ത് പണം കൈമാറുന്ന നടപടി ഇനിയും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് പണം കൈമാറിയാൽ മാത്രമേ കേരള ബാങ്ക് ഈ പാഡി റസീറ്റ് സ്കീം അനുസരിച്ച് ഈ നെല്ലിൻ്റെ സംഭരണ വില അപ്പോട്ടത്തിൽ നൽകുന്ന നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ. അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഒപ്പം തന്നെ മില്ലുകൾ ഈ ശേഖരിക്കുന്ന നെല്ല് തിരിച്ച് സപ്ലൈകോക്ക് നൽകുമ്പോൾ പാലിക്കേണ്ട അനുപാതം, 1 കിൻഡൽ നെല്ല് സംഭരിച്ച് അരിയാക്കുമ്പോൾ 64 കിലോഗ്രാമാണ് ഇപ്പോൾ നൽകുന്നത്. ആ അനുപാതം 68 ഉയർത്തണമെന്ന് കേന്ദ്ര നിർദ്ദേശം മറ്റുമുണ്ട്. അതിനോട് മില്ലുടമകൾ എതിർത്ത് നിൽക്കുകയാണ്. ഇക്കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.